So we are heading from here. So നമ്മളൊരു ഊബർ ബുക്ക് ചെയ്തിട്ട് ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ബൈ. പാസ്പോർട്ട് നമ്മള് സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് അകത്തോട്ട് കയറാണ് ഗൈസ്. നമുക്ക് ട്രാൻസിറ്റ് കിട്ടിയത് മലേഷ്യയിലോട്ടാണ്. സോ നമ്മളിവിടെ നേരെ മലേഷ്യ പോയിട്ട് അവിടെ നിന്ന് വിയറ്റ്നാമിലോട്ടാണ്. വിയറ്റ്നാമിന്റെ ദനങ് ആണ് ഇറങ്ങുന്നത്. നമ്മൾ ദനാങ് ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് വന്നത്. ഇവിടെ നമ്മൾ ആദ്യം എക്സ്പ്ലോർ ചെയ്തിട്ട് ഇവിടുന്ന് ഹനോയ് പോകാനാണ് പ്ലാൻ. ഇപ്പം നമ്മുടെ എക്സ്പെൻസിന് എല്ലാം പോകുന്നത് നാട്ടിൽ 10,000 രൂപയാണ്. നാട്ടിൽ 10,000 രൂപ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ 35 ലക്ഷം. UK നിന്നൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ബാങ്കിൽ നിന്ന് ക്യാഷ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ HSBC അവൈലബിൾ ആണ്. അപ്പോൾ HSBC ബാങ്കിൻ്റെ കാർഡ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഗ്രാബ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്. സോ ആ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് ഓൺലൈൻ തന്നെ ടാക്സി വിളിക്കാൻ പറ്റും. ഞാനെൻ്റെ ഈ പെട്ടി അവിടെ വഴിയിൽ മറന്നു വെച്ചാൽ അവൻ എടുത്തിട്ട് വരുമായിരുന്നു. സോ നിങ്ങൾ പെട്ടിയിലൊന്നും മറക്കാതിരിക്കുക, അല്ല എണ്ണി കയറ്റുക. ഇവിടെയാണ് നമ്മുടെ സ്റ്റേ. നമ്മളെ ചെക്ക് ഇൻ ടൈമിന് മുന്നേ ആയിട്ട് എത്തി. അത് കാരണം നമ്മളെ പെട്ടിയെല്ലാം ഇവിടെ ലീവ് ചെയ്തിട്ട് അടുത്തുള്ള സ്ഥലങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. സോ പുറത്തായിട്ട് ഈ ഗെയിംസ് കളിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം അവിടെ ഗെയിമൊക്കെ കളിച്ചു നിന്നു. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് പോകാനാണ് പ്ലാൻ. നല്ല രസം. നമുക്ക് ഓപ്പോസിറ്റ് തന്നെ ഞാൻ ആദ്യം ഇത് വിയറ്റ്നാമീസിന്റെ ഫ്ലാഗ് ആണ്. ഇത് കുറെ സ്ഥലങ്ങളിൽ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെയുള്ള ആളുകൾ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. സ്നേഹം കൊണ്ടാണോ അതോ കാശിന് വേണ്ടിയിട്ടാണോ എന്നറിയില്ല. നമ്മളിപ്പം നിൽക്കുന്നത് പ്രോപ്പർ ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അപ്പം നടക്കുമ്പോൾ എല്ലാം ഓരോരുത്തരായിട്ട് നമ്മളെ വിളിച്ച് കടയിലോട്ട് കയറ്റാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ചക്കപ്പഴം ഉണ്ട് കേട്ടോ. വിയറ്റ്നാമീസിന്റെ ചക്കപ്പഴം ആയി. എന്താ രസം. നമ്മൾ ട്രൈ ചെയ്യാനൊന്നും നിന്നില്ല. നമ്മള് നല്ല വിശപ്പ് കാരണം കുറച്ച് ഹെവി ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിട്ട് നടക്കുമായിരുന്നു. 90 വിയറ്റ്നാമീസിന്റെ ക്യാഷില് ഭയങ്കരമായിട്ട് ഒരു ക്യൂരിയോസിറ്റി തോന്നിയതെന്ന് വെച്ചാൽ ഇവർ 100-200 ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 3 to 4 zeros അടുപ്പിച്ച് കാണും. അപ്പോൾ അത് നമ്മൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ചെയ്യിക്കും. നമ്മൾ ഈ സിമ്മൊക്കെ എടുക്കുമായിരുന്നു. ശരി, താങ്ക് യു.
പിന്നെ കാന്താരിയും പച്ചമുളകും കൂടെ ഒക്കെ തന്നു. പക്ഷെ നമ്മൾ അതൊന്നും തന്നെ ഫുഡ് അടിപൊളിയായിരുന്നു. ഇവിടെ വന്നൊരു സ്കില്ലും കൂടെ ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. എല്ലാവരും ഫോർക്ക് വെച്ച് കഴിക്കുമ്പോൾ ഞാൻ മാത്രം ചോപ്പ് സ്റ്റിക്ക് വെച്ചിട്ട് സാഹസതയൊന്നും കാണിക്കുന്നുണ്ടായിരുന്നു. സത്യത്തിൽ എനിക്ക് ചോപ്പ് സ്റ്റിക്ക് വെച്ച് നൂഡിൽസ് കഴിക്കാൻ അറിയില്ലായിരുന്നു. ഞാനിവിടെ വന്ന് പഠിച്ചതാണത്. ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഒരു അടിപൊളി ബീച്ച് കണ്ടു. സോ നമ്മൾ നടന്ന് ഹോട്ടലിന് ഓപ്പോസിറ്റോട്ട് പോയി ബീച്ച് കാണാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ ഈ കോക്കനട്ട് ട്രീ ഒക്കെ കണ്ടില്ല, എന്താ രസം. ഒരു മയാമി ഫീലൊക്കെ, ഐ മീൻ മയാമി ഞാൻ പോയിട്ടില്ല, ബട്ട് സ്റ്റിൽ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫീലാണ് തോന്നുന്നത് ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും. നമുക്ക് 2 PM ചെക്ക് ഇൻ ടൈം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് ഹോട്ടലിലോട്ട് പോവാണ്. You can ask me if you want to get some recommendation. Yeah, sure. പുള്ളിക്കാരി അത് പറഞ്ഞ പാടെ നമ്മള് മസാജ് ഇവിടെ അടുത്ത് എവിടെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചറിഞ്ഞു. പിന്നെ പുള്ളി 2 പേരുടെ റൂംസും നമുക്ക് കാണിച്ചു തന്നു. നമ്മൾ അകത്തോട്ട് കയറി നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ച് സെറ്റായി. അതാണ് നമ്മളെ വ്യൂ. റൂമിൽ നിന്ന് കാണുന്ന വ്യൂ ഇതാണ്. ശരിക്കും ദനാങ് നമുക്ക് 2 ദിവസമേ ഉള്ളൂ. അത് കാരണം നമ്മള് ഫ്രഷായി ഉടനെ തന്നെ പുറത്തിറങ്ങി. ടുഡേ നമ്മൾ പോകാൻ പോകുന്നത് ഹൊയാനിലാണ്. സോ നമ്മൾ ഒരു 2 വീലർ ഇവിടെ നിന്ന് റെൻറ്റ് എടുത്തിട്ടാണ് പോകാൻ പോകുന്നത്. നമ്മൾ സ്റ്റേ ചെയ്യാനാണ് തൊട്ട് ഓപ്പോസിറ്റാണ് സ്കൂട്ടർ റെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. 2 വീലർ എടുക്കാൻ പോകണം. നമ്മൾ വിയറ്റ്നാം വരുന്നത് ഒരു ഏജൻസി ത്രൂ ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് എല്ലായിടും പോകാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ ഓപ്പോസിറ്റ് സ്പേസിൽ നിന്ന് സ്കൂട്ടർ എടുത്തിട്ട് ഇവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് ഹൊയാൻ പോകാനാണ് പ്ലാൻ. സോ നമുക്കിതിന് പേയ്മെന്റ് വരുന്നത് $150 ആണ്. നമ്മളിത് കേടുപാടുകൾ വരുത്തി കഴിഞ്ഞാൽ $500 കൊടുക്കണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ചേച്ചിയും ആ ബൈക്ക് നല്ല രസമാണ്. അവിടെ നിൽക്കും. പിന്നെ നമ്മൾ ബൈക്കായിട്ട് കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇവിടെ ആകെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. ലെഫ്റ്റ് സൈഡാണ് വരുന്നത്. നമ്മൾ നാട്ടിലെ റൈറ്റിൽ കൂടെ നമ്മൾ വണ്ടി ഓടിക്കുന്നത്, ഇവിടെ നേരെ ഓപ്പോസിറ്റ് ലെഫ്റ്റ്. അപ്പോൾ വണ്ടി ഓടിക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ അറിയാണ്ട് റൈറ്റിലോട്ട് കയറാനുള്ള ചാൻസസ് കൂടുതലാണ്. വൻ വൈബാണ്. ബീച്ച് നോക്കങ്ങോട്ട്. ഓ പൊളി. രാത്രി ഇറങ്ങണം കേട്ടോ. ഇത് എന്താണത്? സ്വർഗം മാമാ, സ്വർഗം. ഇവിടുത്തെ സ്ട്രീറ്റ് എന്ത് രസല്ലേ. നമ്മൾ ഇവിടെ സ്ട്രീറ്റിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് സ്ട്രീറ്റ് ഷോപ്പിങ്ങും ഒക്കെ ആയിട്ട് നടന്ന് കാണാമെന്ന് വിചാരിച്ച് ഇറങ്ങി.
ഈ ലാൻഡേൺസ് എവിടെ പോയാലും ഉണ്ട് കേട്ടോ. ദനാങ്ങിലും ആണ് ഞാൻ കൂടുതൽ ഇത് കണ്ടിട്ടുള്ളത്. ഞാൻ പറയും, നിങ്ങൾ ആരെങ്കിലും ദനാങ് വന്നിട്ടാണ് പിന്നെ വേറെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പ്ലാൻ ആക്കി ദനാങ് മാത്രം ഒരു 4 days കാണാനുണ്ട്. അത്രയ്ക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. നമുക്ക് എല്ലാം കണ്ട് തീർക്കാൻ പറ്റില്ല. നമ്മുടെ ആകെ 3 days ഉണ്ടായിരുന്നുള്ളൂ. സോ if you guys planning to visit Danang first, please try to spend at least 4 days there. നമ്മളിവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നും വാങ്ങിയൊന്നുമില്ല. പക്ഷെ കോഫി നമുക്ക് ഇഷ്ടമായതുകൊണ്ട് ജസ്റ്റ് കോഫീസ് ഒക്കെ നോക്കി ചെയ്തിട്ടുള്ളൂ. വാങ്ങാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ല. ഭയങ്കര തണുപ്പായിരുന്നു. നമ്മുടെ ടെമ്പറേച്ചർ മാത്രം നോക്കി പോയതിൽ ഒരു പാകപ്പിഴ പറ്റിയിട്ടുണ്ട്. പോണ വഴിക്ക് നമ്മളൊരു ചേച്ചി റാഞ്ചി അങ്ങനെ നമ്മളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് പിടിച്ചോണ്ട് പോവുകയാണ്. ചേച്ചി പറഞ്ഞു താഴെ പോയ ലാൻഡേൺസ് ഉണ്ടെന്ന്. അങ്ങനെ സെറ്റായിട്ട് നമ്മളെ ലാൻഡൺ ബോട്ടിൽ കയറാൻ പോവാണ്. ഈ ബോട്ടിന് നമുക്ക് സ്പെൻഡ് 300 വിയറ്റ്നാം ഡോളേഴ്സ് ആണ് കേട്ടോ. ഇറ്റ് വാസ് സോ ഫൺ. എനിക്കറിയില്ല എന്താ പറയണ്ടെന്ന്. നമ്മൾ നൈറ്റില് ഫുള്ള് ലൈറ്റ്സിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ലൈറ്റുള്ള ബോട്ടിൽ കൂടെ ഇങ്ങനെ പോവുകയാണ്. നമുക്ക് ചുറ്റും ഇതുപോലത്തെ നിറയെ ബോട്ട്സ് ഉണ്ട്. ആൻഡ് ഇതിനിടയിൽ ഇവര് ഒരു ലാൻഡേൺ നമ്മുടെ കയ്യിൽ തരുന്നത് നമ്മൾ വെള്ളത്തിലോട്ട് ഒഴുക്കി വിടും. ആൻഡ് വാസ് സോ ഫൺ. നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടാണ് പോണെങ്കിൽ യു വിൽ റിയലി എൻജോയ് ഇറ്റ്. എനിക്ക് ഇത്തിരി മോഷൻ സിക്നസിന്റെ പ്രോബ്ലം ഉള്ള കൂട്ടത്തിലാണ്. പക്ഷെ ഞാൻ ഈ ട്രിപ്പിൽ അത് അറിഞ്ഞതേ ഇല്ല. വാസ് സോ ഫൺ. ഞാൻ നോഷേറ്റിങ്ങോ വട്ടേക്കോ ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ട് പോലുമില്ല. ശുഭം നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ ഇറങ്ങുകയാണ്. ബോട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല വിശപ്പ്. പിന്നെ നമ്മൾ സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നു. ഇത് ശരിക്കും ഐസ്ക്രീം റോൾസ് ആണ്. പുള്ളി നമ്മളെ മാംഗോ ഫ്ലേവർ ആണ് പറഞ്ഞത്. പുള്ളി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാൻ നല്ല രസമാണ്. നിങ്ങൾ നോക്കിയപ്പോ നമ്മളിവിടുത്തെ പരിപാടി കഴിഞ്ഞ് സ്കൂട്ടർ എടുത്ത് തിരിച്ച് നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ അടുത്തോട്ട് പോവാണ്. ഇവിടുന്ന് നമ്മൾ രണ്ടുപേരും, അതായത് റിൻഷേച്ചി ഞാനും നേരെ ഒരു സ്പാ എടുക്കാൻ പോവാണ്. ഇവിടെയാണ് ഇവരെ നമുക്ക് മസാജ് തരാൻ പോകുന്നത്. നമ്മൾ കയറിയപ്പോൾ ആരും ഇല്ലായിരുന്നു. പക്ഷെ അതിനുശേഷം ഒത്തിരി പേര് വന്നു. പിന്നെ ഒരു പ്രൈവസി കോൺഫിഡൻഷ്യാലിറ്റി റീസൺസ് കാരണം ഞാൻ ക്യാമറ അത് കഴിഞ്ഞ് അടച്ചേക്കാണ്. പിന്നെ നമ്മൾ ചെയ്തത് ഫേസ് സ്പാ ആണ്. പക്ഷെ എന്നാലും അവർ ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മൾ മസാജ് കഴിഞ്ഞ് വീട്ടിലോട്ട് നടന്നു. തിരിച്ച് ഇതിനെടുക്കാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ല ടയർഡായി. ഇപ്പം വന്ന ഉടനെ തന്നെ നമ്മൾ ഇവിടുന്ന് നിഖിലിനെയും റാഫിച്ചേട്ടനെയും കൂടെ കൂട്ടി നമ്മൾ പോവാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങാൻ പോവാണ്. അപ്പം ഇവിടെ അടുത്ത് ഏതാ ടൈം നല്ല ലേറ്റായി, അടുത്ത് ഏതാ നല്ല റെസ്റ്റോറൻറ്റ് ആണ്.
Winding up my video here for next part. Stay tuned. എന്താ പറയട്ടെ, റിനു അറിയോ?